IPL 2026 സീസണിലെ ഏറ്റവും ആവേശകരമായ നിമിഷങ്ങൾക്കാണ് ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചത്. ആദ്യ മത്സരത്തിലെ മോശം ഫോമിനെ തുടർന്ന് കടുത്ത വിമർശനങ്ങൾ നേരിട്ട സഞ്ജു ഡൽഹി ക്യാപിറ്റൽസിനെതിരെ നടത്തിയ തകർപ്പൻ സെഞ്ചുറി നേട്ടം ഒരു താരത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കഥയാണ് പറയുന്നത്. 56 പന്തിൽ പുറത്താകാതെ നേടിയ 115 റൺസ് വെറും ഒരു സ്കോർ മാത്രമല്ല, മറിച്ച് സഞ്ജു എന്ന ബാറ്റിംഗ് വിസ്മയത്തിന്റെ തിരിച്ചുവരവ് പ്രഖ്യാപനം കൂടിയാണ്. IPL ചരിത്രത്തിൽ പലപ്പോഴും സ്ഥിരതയില്ലാത്ത താരമെന്ന് മുദ്രകുത്തപ്പെട്ട താരമാണ് സഞ്ജു. ഈ സീസണിലും ആദ്യ 3 മത്സരങ്ങളിൽ നിരാശപ്പെടുത്തിയതോടെ സഞ്ജുവിനെതിരെ സോഷ്യൽ മീഡിയയിലും കായിക നിരീക്ഷകർക്കിടയിലും വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. എന്നാൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ കണ്ടത് മറ്റൊരു സഞ്ജുവിനെയാണ്. ക്രീസിൽ നിലയുറപ്പിക്കാനും ബോളിന്റെ മെറിറ്റിനനുസരിച്ച് ഷോട്ട് തിരഞ്ഞെടുക്കാനും അദ്ദേഹം കാണിച്ച പക്വത CSK ആരാധകർക്ക് വലിയ ആവേശമാണ് നൽകിയത്. ഡൽഹിക്കെതിരെ തുടക്കത്തിൽ പതറിയ ചെന്നൈ ടീമിനെ കൈപിടിച്ചുയർത്തിയത് സഞ്ജുവിന്റെ ബാറ്റിംഗ് കരുത്താണ്. 56 പന്തുകളിൽ നിന്നും 115 റൺസ് നേടിയ അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ 15 മനോഹരമായ ഫോറുകളും 4 പടുകൂറ്റൻ സിക്സറുകളും ഉൾപ്പെട്ടിരുന്നു. മൈതാനത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പന്ത് വായിക്കാനുള്ള സഞ്ജുവിന്റെ കഴിവിനെ വീണ്ടും ലോകത്തിന് കാണിച്ചു കൊടുത്ത ഇന്നിംഗ്സ് ആയിരുന്നു ഇത്. വെറും 205.35 എന്ന സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം ബാറ്റ് വീശിയത്. സഞ്ജുവിന്റെ ഈ ഒറ്റ ഇന്നിംഗ്സ് IPL ചരിത്രത്തിലെയും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ചരിത്രത്തിലെയും പല പ്രമുഖ റെക്കോർഡുകളെയും പഴങ്കഥയാക്കി. IPL ആരംഭിച്ചത് മുതൽ ഇന്ന് വരെ നിരവധി വിക്കറ്റ് കീപ്പർമാർ ചെന്നൈക്കായി കളിച്ചിട്ടുണ്ട്. എന്നാൽ ചെന്നൈ ജേഴ്സിയിൽ ഒരു സെഞ്ചുറി നേടുന്ന ആദ്യ വിക്കറ്റ് കീപ്പർ എന്ന ബഹുമതി ഇപ്പോൾ സഞ്ജുവിന് സ്വന്തമാണ്. ഇതിഹാസ താരം MS ധോണിക്ക് പോലും സാധിക്കാത്ത നേട്ടമാണിത്. 2019 റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ധോണി നേടിയ 84 റൺസായിരുന്നു ഇതിനു മുൻപ് ഒരു CSK വിക്കറ്റ് കീപ്പർ നേടിയ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ. 115 റൺസ് നേടിയതോടെ ഈ റെക്കോർഡും സഞ്ജുവിന്റെ പേരിലായി. IPL ചരിത്രത്തിലെ ഈ നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ താരം മാത്രമാണ് സഞ്ജു. KL രാഹുൽ മാത്രമാണ് ഇതിനു മുൻപ് ഈ റെക്കോർഡിന് അർഹനായത്. 3 വ്യത്യസ്ത ടീമുകളിലായിട്ടാണ് ഈ സെഞ്ചുറി നേട്ടം നേടിയത്: ഡൽഹി ക്യാപിറ്റൽസ്, രാജസ്ഥാൻ റോയൽസ്, ചെന്നൈ സൂപ്പർ കിങ്സ്. സീസൺ തുടങ്ങിയപ്പോൾ തന്നെ സഞ്ജുവിനെതിരെ വിമർശനങ്ങളും കടുത്തിരുന്നു. സഞ്ജുവിന് അവസരങ്ങൾ നൽകുന്നത് പാഴാണെന്നും അദ്ദേഹം T20 ലോകകപ്പിന് യോഗ്യനല്ലെന്നും വരെ പലരും വാദിച്ചു. എന്നാൽ സമ്മർദ്ദത്തിന് കീഴടങ്ങാതെ തന്റെ ബാറ്റിംഗ് ശൈലിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് സഞ്ജു നൽകിയ മറുപടി അദ്ദേഹത്തിന്റെ മാനസിക കരുത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു കളിക്കാരന്റെ മികവ് അളക്കേണ്ടത് അദ്ദേഹത്തിന്റെ മോശം സമയത്താണെന്ന് സഞ്ജു ഈ പ്രകടനത്തിലൂടെ തെളിയിച്ചു. MS ധോണിക്ക് ശേഷം ചെന്നൈയുടെ വിശ്വസ്തനായ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്ന നിലയിലേക്ക് സഞ്ജു മാറിക്കഴിഞ്ഞു. ടീം മാനേജ്മെന്റിനും ക്യാപ്റ്റനും സഞ്ജുവിൽ വലിയ വിശ്വാസമാണുള്ളത്. മധ്യനിരയിൽ കളിയുടെ വേഗത നിയന്ത്രിക്കാനും അവസാന ഓവറുകളിൽ സ്കോർ ഉയർത്താനും സഞ്ജുവിനെ പോലൊരു താരത്തിന്റെ സാന്നിധ്യം CSKയ്ക്ക് വലിയ മുതൽക്കൂട്ടാണ്. IPL ഈ പ്രകടനം ഇന്ത്യൻ ദേശീയ ടീമിലേക്കുള്ള സഞ്ജുവിന്റെ വാതിലുകൾ വീണ്ടും തുറക്കുന്നു. വരാനിരിക്കുന്ന T20 ലോകകപ്പിൽ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് ഋഷഭ് പന്തിനും ഇഷാൻ കിഷനുമൊപ്പം സഞ്ജുവും ശക്തമായ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. വലിയ ഗ്രൗണ്ടുകളിൽ പോലും അനായാസം സിക്സറുകൾ നേടാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ടീം സെലക്ടർമാർക്ക് അവഗണിക്കാനാവില്ല. സഞ്ജു സാംസണിന്റെ ഇന്നിംഗ്സ് ക്രിക്കറ്റ് പ്രേമികൾക്ക് ഒരു പാഠമാണ് നൽകുന്നത്. പരാജയങ്ങളിൽ തളരാതെ കഠിനാധ്വാനം ചെയ്താൽ ഏതൊരു വലിയ വേദിയിലും തിരിച്ചുവരവ് നടത്താൻ സാധിക്കുമെന്ന് അദ്ദേഹം തെളിയിച്ചു. 115 റൺസ് എന്ന ഈ സ്കോർ വരാനിരിക്കുന്ന മത്സരങ്ങളിൽ സഞ്ജുവിന് വലിയ ആത്മവിശ്വാസം നൽകും. രാജസ്ഥാൻ റോയൽസിലെ മലയാളി നായകൻ എന്ന ലേബലിൽ നിന്നും മാറി ചെന്നൈയുടെ ഫിനിഷർ എന്ന നിലയിലേക്ക് സഞ്ജു പരിണമിക്കുന്നത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. IPL 2026 സഞ്ജുവിന്റെ ബാറ്റിംഗ് ചൂട് ഇനിയും പല ടീമുകളും അറിയാനിരിക്കുന്നതേ ഉള്ളൂ.